അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് CFT അഥവാ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിനെ പറ്റിയിട്ടാണ്. പലരും വളരെ ടഫാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക്കാണ്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു 5D ഓർബിറ്റിൽ എടുക്കുകയാണെങ്കിൽ, ഒരു മെറ്റലിന്റെ 5D ഓർബിറ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ 5 ഷെൽസ് ആണ് ഉണ്ടാവുക അല്ലെ. dxy, dyz, dxz, dx² - y², dz², ഇങ്ങനെ 5 എണ്ണാണ് ഉണ്ടാവുക. അപ്പം ഈ പേരൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? നമ്മൾ അതിന്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഈ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ y ആക്സിസിന്റെയും x ആക്സിസിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഈ ലോബ്സ് ഒക്കെ വരുന്നത് അല്ലെ. ഈ 4 ലോബ്സും വരുന്നത് x ആക്സിസിന്റെയും y ആക്സിസിന്റെയും ബിറ്റ്വീനിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് dxy എന്നാണ്. x ആക്സിസിനെയും y ആക്സിസിനെയും നടുവിൽ ലോബ് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ ഇവിടെ y ആക്സിസിന്റെയും z ആക്സിസിന്റെയും നടുവിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ പേര് dyz. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെയും സെറ്റിന്റെയും നടുവിൽ വരുമ്പോൾ നമ്മൾ ഇതിന്റെ പേര് എന്തായിരിക്കും വരിക? dxz എന്നായിരിക്കും വരിക. ഇതിന്റെ പേര് dxz. അപ്പം ഇതൊക്കെ എന്താണ്? 2 ആക്സിസുകളുടെ നടുവിലായിട്ടാണ് ഇതിന്റെയൊക്കെ ലോബ് വരുന്നത്. അപ്പൊ നാലാമത്തതിന്റെ പേരെന്താ വരുന്നത്? dx² - y² എന്നാണ് അല്ലെ. ഇവിടെ എന്താ ഒരു സ്ക്വയറും വരുന്നുണ്ട്. ഈ ഫിഗറിനും ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ ആക്സിസിന്റെ നടുവിലാണ് ലോബ് വന്നത്. പക്ഷെ ഈ കേസിൽ എന്താ? അലോങ് ദ ആക്സിസിന്റെ മേലെ കൂടെയാണ് 4 ലോബ്സും വരുന്നത്. അപ്പം ഈ x ആക്സിസിന്റെയും y ആക്സിസിന്റെയും മേലിൽ കൂടെയാണ് 4 ലോബ്സും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് dx² - y² എന്നാണ്. അതായത് അലോങ് ദ ആക്സിസ് വരുമ്പോൾ അവിടെ സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെയോ ഇവിടെ z ആക്സിസിലൂടെ മാത്രമാണ് 2 ലോബുകളും 2 വരുന്നത്. അപ്പൊ എന്താ? dz². അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ ആക്സിസിന്റെയും എല്ലാ ഷെല്ലിന്റെയും പേര് വരുന്നത്. അപ്പം ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മേളിലുള്ള 3 എന്താ? ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് അല്ലെ. അങ്ങനെ ആക്സിസിന്റെ ഉള്ളില് ആക്സിസിന്റെ ഇടയിലൂടെ ഈ ലോബ് വരുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഇതിനെ മൊത്തം നമ്മൾ T2G എന്നാണ് പറയുന്നത്. T2G. ഇവിടെ ആണെങ്കിൽ ആക്സിസിന്റെ അലോങ് ആയിട്ടില്ല, അലോങ് ദ ആക്സിസ് ആണ് ലോബ് വരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് EG ഓർബിറ്റൽസ് ആണ്. ഇത് T2G ഓർബിറ്റൽസും ഇത് EG ഓർബിറ്റൽസും. അതായത് നമ്മൾ ഈ d ഓർബിറ്റലിനെ തന്നെ 2 ടൈപ്പ് ആക്കി ഡിവൈഡ് ചെയ്യാണ് T2G ഓർബിറ്റൽസ്. T2G ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ആക്സിസും, EG ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ അലോങ് ദ ആക്സിസും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഗിവൺ കോംപ്ലക്സ്. ഇത് ലിഗാൻഡും ഇത് സെൻട്രൽ മെറ്റൽ ആറ്റവുമാണ്. അങ്ങനെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലുള്ളതാണ് d ഓർബിറ്റൽ അല്ലെ. ഈ d ഓർബിറ്റൽ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ ഈ ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലുള്ള ഒരു ഓർബിറ്റലാണ് ഈ d ഓർബിറ്റലാണിത്. അപ്പം ഇങ്ങോട്ടേക്ക് എന്ത് വരും? ഇവിടെയുള്ള ഈ ലിഗാൻഡ് ഈ ലിഗാൻഡ് എന്ത് ചെയ്യും? ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ d ഓർബിറ്റലിലേക്ക് വരും. അപ്പം ഈ ലിഗാൻഡിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ d ഓർബിറ്റലിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ ഈ 2 ഇലക്ട്രോൺസും കൂടെ അടുത്ത് വരും. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു റിപ്പൾഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. 2 ഇലക്ട്രോൺസ് 2 നെഗറ്റീവ് ചാർജ് അടുത്ത് വരുമ്പോൾ ഇവിടെ ഒരു റിപ്പൾഷൻ നടക്കും. അങ്ങനെ റിപ്പൾഷന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ d ഓർബിറ്റൽസിലൊക്കെ അല്ലെങ്കിൽ ഈ ഷെല്ലിലൊക്കെ എന്താണ്? സെയിം എനർജി ആയിരിക്കും. ഓരോ ഷെല്ലിലുള്ള എനർജി ലെവല് സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ റിപ്പൾഷൻ നടന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന എനർജി ലെവല് തമ്മിൽ വ്യത്യാസം വരും. അതായത് ഓരോന്നിലും ഉള്ള എനർജി ലെവലില് ഡിഫറൻസ് വരും. അങ്ങനെ എനർജി ലെവലില് ഡിഫറൻസ് വന്നിട്ട് ഫോം ചെയ്യുന്ന ഒരു ഓർബിറ്റലാണ് ഇത്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാല് ഈ ഓർബിറ്റൽ എന്ന് പറഞ്ഞാല് ഈ ഒരു ആവറേജ് എനർജി ലെവല് വെച്ചിട്ടുള്ള ഒരു ഓർബിറ്റലാണ് ഇത്. ഇതിനെ നമുക്ക് എന്ത് പറയാം? നോൺ ഡീജനറേറ്റീവ് d ഓർബിറ്റൽ എന്ന് പറയാം. നോൺ ഡീജനറേറ്റീവ് d ഓർബിറ്റൽ. ഇവിടെ നമ്മൾ
ആവറേജ് ആണ് കേട്ടോ എനർജീന്റെ. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, ഈ ഓർബിറ്റൽ നമ്മൾ എടുത്തു. അപ്പം ഈ ഓർബിറ്റലിലേക്ക് ഈ ലിഗാൻഡും മെറ്റലും എന്താ പറയാ, ലിഗാൻഡും മെറ്റലും തമ്മിലുള്ള റിപ്പൽഷന്റെ ഭാഗമായി ഈ ഓർബിറ്റൽ ഫോം ചെയ്തു. അങ്ങനെ ഇത് രണ്ടായിട്ട്, ഈ ഡി ഓർബിറ്റലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമുക്കറിയാം നമ്മുടെ ഡി ഓർബിറ്റലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും അതേപോലെ ഡി സെഡ് സ്ക്വയറും ഇതിന് രണ്ടിനും എന്താണ് T2g ഓർബിറ്റലിനും അതേപോലെ ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി എക്സ് സെഡ് പിന്നെ ഏതാ ഇതിന് മൂന്ന് അല്ലെ. ഇതിന് മൂന്നിനെയും നമ്മള് എന്ത് ഓർബിറ്റലിനാ വിളിച്ചത്, EG ഓർബിറ്റലിനും വിളിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഇത് രണ്ടും സോറി ഞാൻ പറഞ്ഞതിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇതാണ് EG ഓർബിറ്റൽ അല്ലെ, ഇതാണ് T2g ഓർബിറ്റൽ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇത് EG ഓർബിറ്റലിനും ഇത് T2g ഓർബിറ്റലിനും വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഇതെന്ന് പറഞ്ഞാൽ എന്താ, EG ഓർബിറ്റൽ അല്ലെങ്കിൽ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ, ഈ ഓർബിറ്റൽ എന്താ വരുന്നത്, ഇതെന്ന് പറഞ്ഞാല് ഇതൊക്കെ നമുക്കറിയാം അലോങ് ദ ആക്സിസ് ആണ് അല്ലെ. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പം ഇങ്ങനെ അലോങ് ദ ആക്സിസ് വരച്ചിരിക്കുന്നതാണിത്. ഇതാണെങ്കിലോ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് വരച്ചത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് നമ്മുടെ ഗിവൺ കോംപ്ലക്സ് എങ്കിൽ അവിടെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുക എപ്പോഴും അലോങ് ദ ആക്സിസ് ആയിരിക്കും. നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് എങ്ങനെയാ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുക, അലോങ് ദ ആക്സിസ്. ഇതാണ് അലോങ് ദ ആക്സിസ്. ഇങ്ങനെയായിരിക്കും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലുള്ള ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലാണെങ്കിൽ നമ്മുടെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആയിരിക്കും, ബിറ്റ്വീൻ ദ ആക്സിസ്. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് ഏതാണ്, നമ്മുടെ കോംപ്ലക്സ് ഇവിടെ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് അല്ലെ. അപ്പം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് ലിഗാൻഡ് എങ്ങനെയാണ് അലോങ് ദ ആക്സിസ് ആണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക അല്ലെങ്കിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ചാല് അലോങ് ദ ആക്സിസ് ആണ് വരുന്നത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. നമ്മുടെ കോംപ്ലക്സ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് നമുക്കറിയാം. അപ്പം അലോങ് ദ ആക്സിസ് വരുന്നത് ആരാ, അലോങ് ദ ആക്സിസ് വരുന്നത് ഇതാണ് അല്ലെ. അപ്പം ഈ രണ്ടാളെയും എടുത്തിട്ട് മേളില് എഴുതുക അല്ലെങ്കിൽ മേളില് വരയ്ക്കാം. ആ രണ്ട് ഷെല്ല് മേലെ വരും. ഏതൊക്കെയാ, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയർ, ഇത് രണ്ടും മേലെ വരും. അപ്പൊ ബാക്കിയുള്ള മൂന്നെണ്ണം താഴെയും വരും. ഏതൊക്കെയാ, ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി എക്സ് സെഡ്, ഇത് മൂന്നും താഴെയും വരും. അപ്പം ഇനി ഇതിന്റെ നമ്മള് എനർജി ഡിഫറൻസ് അല്ലെ, ഈ രണ്ടെണ്ണത്തിന്റെയും ഇടയിലുള്ള ഈ രണ്ട് എനർജി ലെവലിന്റെയും ഇടയിലുള്ള എനർജി ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താ പറയാ, സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ എന്താ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി അല്ലെങ്കിൽ സ്റ്റെബിലൈസിംഗ് എനർജി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇൻ ബിറ്റ്വീനുള്ള എനർജിനെയാണ്. അതായത് ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി അതായിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവാന്ന് വിചാരിക്കുന്നു. അപ്പം ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയും. ഇനി നമുക്കറിയാം ഇവിടെയുള്ള വാല്യൂ ഒക്കെ പലരും ബൈഹാർട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാലേ ഉള്ളൂ. മനസ്സിലാക്കി പറയുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് നമ്മള് ഇവിടെ ഉള്ളത് നോക്കുക. അപ്പൊ നമ്മള് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ഇതിന്റെ വാല്യൂ നമ്മൾ അധികം പേരും എന്താ ചെയ്യുന്നത്, ബൈഹാർട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇതിൻ്റെത് കാണുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര ഓർബിറ്റൽ ഉണ്ട്, 5 അല്ലെ. മീൻ ഷെല്ലുണ്ട്, 5 ഷെല്ലാണുള്ളത്. അതില് ഇത് ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട് അല്ലെ മുകളില്. അപ്പൊ 2 എണ്ണം. പിന്നെ ഇത് ഇങ്ങോട്ടേക്കാ, താഴത്തേക്കാണല്ലേ വന്നത്, ലോവർ എനർജി ലെവലാണ് അല്ലെ. ഒക്ടാഹെഡ്രൽ ആയതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ മൈനസ് വരും. അത്
അതേപോലെ ഇവിടെ എഴുതാണ് എന്താ ചെയ്യാ, ടോട്ടൽ 5, ഓപ്പോസിറ്റ് എത്രയുണ്ട് 3, പിന്നെ മുകളിലേക്കാണ് എനർജി കൂടിയ ലെവലിലേക്ക് പോയത്, അതുകൊണ്ട് പ്ലസ്. അപ്പൊ നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ എത്ര വരും, ഇവിടെ ഇത് എന്താണ് EG ആണ് അല്ലെ, ഇത് T2G. അപ്പൊ നമ്മുടെ EG വാല്യൂ 3/5 എന്ന് പറയുമ്പോൾ എത്ര വരും, പ്ലസ് 0.6 വരും അല്ലെ, 0.6 വരും. മറ്റേതെന്ന് പറയുമ്പോൾ T2G എത്ര വരും, T2G മൈനസ് 0.4 Δ0 വരും. ഈ Δ0 എന്താണ്, Δ0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത് വരുന്നത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് O എന്നുള്ള പോലെ ആ ഒരു ഇതിലാണ് ഇടുന്നത്. ഇനി നമ്മള് സെയിം കാര്യം നമ്മുടെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ എന്ത് വ്യത്യാസം അവിടെ വരുന്നത്, നമുക്കറിയാം ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന് ബിറ്റ്വീൻ ദ ആക്സിസിലാണ് ലിഗാൻഡ് വന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ ബിറ്റ്വീൻ ദ ആക്സിസിൽ ചെയ്യുമ്പോൾ നമ്മുടെ T2G ആണ് മേലെ വരിക, താഴെ വരിക ഇതാണ് EG ആണ്, വേറെ ഒരു ഡിഫറൻസും ഇല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ G എന്ന് പറയുന്നില്ല എന്തില്ല, ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലാണെങ്കിൽ ഇന്നും T2 എന്നും മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ, വേറെ ഒരു ഡിഫറൻസും അതിൽ വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക് നല്ല രീതിയിൽ മനസ്സിലായി തോന്നുന്നു. ഒരു സിമ്പിൾ ടോപ്പിക് ആണ്, പലരും ടഫ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ടോപ്പിക് ആണ്, കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് ഏതാണെന്നും കമന്റ് ചെയ്യുക. ഇനി സപ്പോസ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയത് കൊണ്ട് ആർക്കെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ഞാൻ അത് മാത്രം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.